നോക്കാം ടോപ്പ് ഹെഡ്ലൈൻസ്. ശബരിമലയിലെ കൊടിമര പുനർനിർമ്മാണത്തിലും സ്വർണ്ണ കവർച്ച നടന്ന സൂചന നൽകി ദേവസ്വം വിജിലൻസ് റിപ്പോർട്ട്. സ്വർണം പൂശിയതിനു ശേഷം ബാക്കി വന്ന 233 ഗ്രാം സ്വർണം എവിടെയെന്നതിന് കണക്കില്ല. കൊടിമരത്തിൽ പൂശാനായി ദേവസ്വം ബോർഡ് വാങ്ങിയത് 9.16 കിലോഗ്രാം സ്വർണം. നടനും നിർമ്മാതാവും അടക്കം സംഭാവനയായി നൽകിയത് 412 ഗ്രാം സ്വർണം. സ്വർണം നൽകിയവരുടെ മൊഴിയും എടുക്കും. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ അറസ്റ്റിലായ തന്ത്രി കണ്ഠർ രാജീവരുടെ ജാമ്യാപേക്ഷയെ എതിർത്ത് SIT. കണ്ഠർ രാജീവരുടെ കുടുംബാംഗങ്ങളുടെ അടക്കം സാമ്പത്തിക സ്രോതസ്സിന്റെ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കി. സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ വൻ നിക്ഷേപമെന്ന് കണ്ടെത്തൽ. തന്ത്രിയുടെ പേരിൽ 2.05 കോടി രൂപയും ഭാര്യയുടെ പേരിൽ 62 ലക്ഷം രൂപയും നിക്ഷേപം. ജാമ്യാപേക്ഷയിൽ വിധി ഈ മാസം 18-ന്. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ നടൻ ജയറാമിനെ ചോദ്യം ചെയ്യാൻ ED. അടുത്ത ചൊവ്വാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് നിർദ്ദേശം. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധത്തിൽ വ്യക്തത വരുത്തുക ലക്ഷ്യം. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധന്റെ ജാമ്യാപേക്ഷ തള്ളി സുപ്രീം കോടതി. അന്വേഷണം നടക്കുമ്പോൾ ഇടപെടാനില്ലെന്നും കോടതി. തുടർ ഭരണത്തിനെതിരായ നിലപാടിലെ വിമർശനങ്ങൾക്ക് മറുപടിയുമായി കവി K. സച്ചിദാനന്ദൻ. കേൾക്കാത്ത ശബ്ദങ്ങളെ കേൾപ്പിക്കലാണ് ജനാധിപത്യം. വിമർശിക്കുന്നത് താൻ പറഞ്ഞതിന്റെ പൊരുൾ മനസ്സിലാക്കാത്തവരെന്നും സച്ചിദാനന്ദൻ. സാംസ്കാരിക നായകന്മാരുടെ വിമർശനം സ്നേഹം കൊണ്ടാണെന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ. സച്ചിദാനന്ദനെ വീട്ടിലെത്തി കണ്ട് CPIM തൃശൂർ ജില്ലാ സെക്രട്ടറി. മണിപ്പൂരിൽ വീണ്ടും സംഘർഷം. നാഗ കുക്കി വിഭാഗങ്ങൾ പരസ്പരം വീടുകൾക്ക് തീയിട്ടു. നിരവധി വീടുകൾ അഗ്നിക്കിരയാക്കി. വെടിവെപ്പ് നടന്നതായും റിപ്പോർട്ട്. ഉഖ്രുൽ ജില്ലയിൽ 5 ദിവസത്തേക്ക് ഇന്റർനെറ്റ് സേവനങ്ങൾ നിർത്തിവെച്ച് സർക്കാർ. ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്കെതിരെ അവിശ്വാസ പ്രമേയ നോട്ടീസുമായി പ്രതിപക്ഷം. ലോക്സഭാ സെക്രട്ടറി ജനറലിന് നോട്ടീസ് നൽകി. ഒപ്പുവെച്ചത് 118 MPമാർ. വിട്ടുനിന്ന് തൃണമൂൽ കോൺഗ്രസ്. സ്പീക്കർക്കെതിരെ അവിശ്വാസ പ്രമേയ നോട്ടീസ് ചരിത്രത്തിൽ 4ാം തവണ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണി പാലയിൽ മത്സരിക്കും. പ്രഖ്യാപനവുമായി മന്ത്രി റോഷി അഗസ്റ്റിൻ. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ പേഴ്സണൽ സ്റ്റാഫ് സുരേഷിനെ മലമ്പുഴയിൽ മത്സരിപ്പിക്കാൻ UDF. സുരേഷുമായി ചർച്ച നടത്തി കോൺഗ്രസ് നേതാക്കൾ. തിരുവല്ല നെടുമ്പറമ്പിൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ആരോപണങ്ങളിൽ KP ഉദയഭാനുവിനെതിരെ നടപടിയുമായി ആന്റണി MP. 1 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് വക്കീൽ നോട്ടീസ്. ആരോപണങ്ങൾ പിൻവലിച്ച് മാപ്പ് പറയണമെന്നും ആവശ്യം. പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് KP ഉദയഭാനു. ലൈംഗികാതിക്രമ കേസിൽ സംവിധായകൻ PT കുഞ്ഞുമുഹമ്മദിനെതിരെ കുറ്റപത്രം. ലൈംഗികാതിക്രമം, സ്ത്രീത്വത്തെ അപമാനിക്കൽ എന്നീ വകുപ്പുകൾ ചുമത്തി. കേസിൽ ചലച്ചിത്ര പ്രവർത്തകർ അടക്കം 6 സാക്ഷികൾ. കുഞ്ഞുമുഹമ്മദിനെതിരെ കേസെടുത്ത IFFK. സ്ക്രീനിങ്ങിനിടെ ലൈംഗികാതിക്രമം നടത്തിയെന്ന സംവിധായകയുടെ പരാതിയിൽ. വാർത്തകൾ വിശദമായി. ശബരിമലയിലെ കൊടിമരത്തിന്റെ പുനർനിർമ്മാണത്തിലും സ്വർണ്ണ കവർച്ച നടന്നെന്ന് സൂചന നൽകി ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ട്. കൊടിമരത്തിൽ പൂശാൻ ദേവസ്വം ബോർഡ് വാങ്ങിയതും സംഭാവനയായി ലഭിച്ചതുമായ സ്വർണത്തിൽ ബാക്കി വന്ന 233 ഗ്രാം സ്വർണം എവിടെയെന്നാണ് എന്നതിൽ കണക്കില്ലെന്ന് ദേവസ്വം വിജിലൻസിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു. വിവരങ്ങൾ ആന്റണി ജസ്റ്റോർ നൽകും. വിജിലൻസിന്റെ റിപ്പോർട്ടിൽ, അതായത് ദേവസ്വം വിജിലൻസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇത്തരത്തിൽ 233 ഗ്രാം സ്വർണം കാണാതായി എന്നുള്ള വിവരം പുറത്തേക്ക് വരുന്നത്. അതായത് ഈ ശബരിമലയിലെ 2017 കൊടിമരത്തിന്റെ പുനർനിർമ്മാണത്തിനായി 9 കിലോ സ്വർണമാണ് ദേവസ്വം ബോർഡ് വാങ്ങിച്ചത്. അതുകൂടാതെ തന്നെ പല വ്യക്തികളും, സിനിമാ താരങ്ങൾ, സിനിമാ നിർമ്മാതാക്കൾ അടക്കമുള്ളവർ ഇങ്ങനെ സംഭാവനയായി നൽകുകയും
നൽകുകയും ചെയ്തു. അങ്ങനെ കണക്ക് പ്രകാരം 412 ഗ്രാമാണ് ഇത്തരത്തിൽ സംഭാവനയായി ലഭിച്ച സ്വർണം എന്ന് പറയുന്നത്. ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഈ പറയുന്ന കൊടിമരം സ്വർണം പൂശി ബാക്കി വന്ന സ്വർണമാണ് 233 ഗ്രാം എന്ന് പറയുന്നത്. ആ 233 ഗ്രാം സ്വർണത്തിന് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ സ്വർണം ഈ കൊടിമര നിർമ്മാണത്തിലും ഒരു സ്വർണ്ണ കവർച്ച നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് വിലയിരുത്തൽ. മോഹൻലാൽ, അതുപോലെ തന്നെ സുരേഷ് ഗോപി, രഞ്ജി പണിക്കർ, അങ്ങനെ നിരവധി സിനിമാ താരങ്ങളാണ് ഇത്തരത്തിൽ ഈ സ്വർണം സംഭാവനയായി നൽകിയത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ആളുകളുടെ ഒന്നും പേരുകൾ ഈ പറയുന്ന ഈ പട്ടികയിൽ അല്ലെങ്കിൽ ഈ കണക്കിൽ ഇല്ല എന്നുള്ളതാണ്. ആകെ ഒരു നടൻ 80 ഗ്രാം നൽകിയ വിവരം മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മറ്റുള്ളവർ നൽകിയതൊന്നും തന്നെ ഈ കമ്മീഷണർ, അതായത് അന്ന് ഈ കൊടിമര നിർമ്മാണത്തിന് വേണ്ടി ഒരു അഡ്വക്കേറ്റ് കമ്മീഷണറെ ഹൈക്കോടതി നിയോഗിച്ചിരുന്നു. ഈ അഡ്വക്കേറ്റ് കമ്മീഷണറായ കുറുപ്പ് അദ്ദേഹം ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ ആകെയുള്ളത് കുറച്ച് ആളുകളുടെ പേര് മാത്രമാണ്. 27ഓളം പേരാണ് ഇത്തരത്തിൽ ഈ സ്വർണം സംഭാവനയായി നൽകിയത്. പക്ഷേ ഈ 412 ഗ്രാമിന്റെ കണക്ക് മാത്രമാണ് അതിലുള്ളത്. ബാക്കിയുള്ളവരൊന്നും നൽകിയ സ്വർണത്തെക്കുറിച്ചോ അവരെത്ര സ്വർണം നൽകിയെന്നോ അവരുടെ പേര് വിവരങ്ങളോ ഒന്നും തന്നെ ഇല്ല. ആ സ്വർണത്തിന് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യത്തിലും കൃത്യമായൊരു വ്യക്തത നിലവിലില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഈ നടന്മാരൊക്കെ ഈ സ്വർണം നൽകുന്നതിന്റെ ദൃശ്യങ്ങളൊക്കെ നേരത്തെ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇത്തരത്തിൽ വലിയ രീതിയിൽ സ്വർണം കാണാതെ പോയിട്ടുണ്ട്. ഇതിൽ കൃത്യമായി ഇന്നലെ ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലുള്ളത് 9.16 കിലോഗ്രാം സ്വർണം ദേവസ്വം ബോർഡ് വാങ്ങി. അതുകൂടാതെ 412 ഗ്രാം സ്വർണം അതൊരു നടൻ നൽകിയിട്ടുണ്ട്. 80 ഗ്രാം സ്വർണമാണ്. ഒരു സിനിമാ നിർമ്മാതാവ് നൽകിയിട്ടുണ്ട് 200 ഗ്രാമോളം സ്വർണം. അങ്ങനെ വിവിധ ആളുകൾ ഇത്തരത്തിൽ സ്വർണം നൽകിയിട്ടുണ്ട്. അത് 412 ഗ്രാമാണ്. അങ്ങനെ ആ മൊത്തം സ്വർണത്തിൽ നിന്ന് എടുത്ത് സ്വർണം പൂശിയ ശേഷം ബാക്കി വന്നത് 233 ഗ്രാമാണ് എന്നുള്ളതാണ് ഉള്ളത്. പക്ഷേ അതിൽ കൂടുതൽ ആളുകൾ കിലോ കണക്കിന് സ്വർണം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. പക്ഷേ ഈ 412 ഗ്രാമിന്റെ കണക്ക് മാത്രമാണ് പുറത്തേക്ക് വരികയും ചെയ്തിട്ടുള്ളത്. ഏതായാലും വിജിലൻസ് ഇക്കാര്യത്തിൽ ഈ ക്രമക്കേടിൽ ഒരു അന്വേഷണം നടത്താൻ ഇന്നലെ തന്നെ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആ അന്വേഷണ സംഘത്തെ രൂപീകരിച്ചുകൊണ്ട് 30 ദിവസത്തിനുള്ളിൽ അന്വേഷണം നടത്താനാണ് നൽകിയിരിക്കുന്ന നിർദ്ദേശം എന്ന് പറയുന്നത്. ഏതായാലും 2017 UDFന്റെ ഭരണസമിതി, അന്ന് പ്രയാർ ഗോപാലകൃഷ്ണനായിരുന്നു ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. ആ കാലത്താണ് ഈ ശബരിമലയിലെ കൊടിമരം വീണ്ടും പുനർനിർമ്മിക്കുന്നത്. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ അറസ്റ്റിലായ തന്ത്രി ഖണ്ഡർ രാജീവരുടെ കുടുംബാംഗങ്ങളുടെ അടക്കം സാമ്പത്തിക സ്രോതസ്സിന്റെ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കി SIT. സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ വൻ നിക്ഷേപമെന്നാണ് കണ്ടെത്തൽ. തന്ത്രിയുടെ പേരിൽ 2.05 കോടി രൂപയും ഭാര്യയുടെ പേരിൽ 62 ലക്ഷം രൂപയുടെയും നിക്ഷേപമുണ്ട്. തന്ത്രിയുടെ ജാമ്യാപേക്ഷയെ എതിർത്ത് SIT റിപ്പോർട്ട് നൽകി. 2024-25 സാമ്പത്തിക വർഷം 7,26,000 രൂപ കൈപ്പറ്റിയതായി SIT കോടതിയെ അറിയിച്ചു. അതുകൊണ്ട് തന്നെ പൊതുസേവകൻ എന്ന ഗണത്തിൽ തന്ത്രി ഉൾപ്പെടുമെന്നും SIT പറയുന്നു. അഴിമതി നിരോധന നിയമം തന്ത്രിക്കും ബാധകമാകുമെന്ന് SIT കോടതിയോട് ആവശ്യപ്പെട്ടു. ഉദ്യോഗസ്ഥൻ അല്ലെങ്കിലും തന്ത്രി ദേവസ്വം ബോർഡിന് കീഴിൽ വരുന്നയാളാണ്. ദേവസ്വം ബോർഡിൽ നിന്ന് പല സമയങ്ങളിൽ പല കാരണങ്ങൾ പറഞ്ഞ് പണം കൈപ്പറ്റിയെന്നും SITയുടെ റിപ്പോർട്ടിലുണ്ട്. അതേസമയം ഖണ്ഡർ രാജീവരുടെ ജാമ്യാപേക്ഷയിൽ ഈ മാസം 18-നാണ് കോടതി വിധി പറയുക. ശബരിമലയിലെ കൊടിമര പുനർനിർമ്മാണത്തിൽ ഹൈക്കോടതിയുടെ അന്വേഷണം നിർദ്ദേശം സ്വാഗതാർഹമെന്ന് പ്രതിപക്ഷ നേതാവ്. പുനർനിർമ്മാണം ഹൈക്കോടതി അഭിനന്ദിച്ചതാണ്. SITയിൽ CPIM ഏജന്റുമാരുണ്ടെന്നും VD സതീശൻ ആരോപിച്ചു. SITയിലെ എല്ലാവരെയും കുറിച്ചല്ല, SITയിൽ CPMന്റെ ഏജന്റുമാരുണ്ട്. സർക്കാരിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഏജന്റുമാരുണ്ട്. കടകംപള്ളി സുരേന്ദ്രന്റെ മൊഴിയെടുത്ത സമയത്ത് അല്ലെങ്കിൽ അദ്ദേഹം അവിടെ ഹാജരായ സമയത്ത് ഒരാളും അറിയിക്കാതെ രഹസ്യമായി സൂക്ഷിച്ചു. 3-4 ദിവസം കഴിഞ്ഞ പുറത്തു വന്ന് അടൂർ പ്രകാശിന്റെ അദ്ദേഹം അവിടെ ചെല്ലുമ്പോ തന്നെ അത് ചോർത്തി കൊടുത്തു പുറത്തേക്ക്. ഇത് വളരെ വ്യക്തമല്ലേ എന്താണെന്ന്, അവിടെ ആരുടെ ഏജന്റുമാർ അതിനകത്തുണ്ട് എന്നുള്ളത് വ്യക്തമല്ലേ. ഇനി കൊടിമരത്തിന്റെ കാലത്ത് ഹൈക്കോടതിയുടെ വിധിയുണ്ട്, അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. ഹൈക്കോടതിയുടെ അഡ്വക്കേറ്റ് കമ്മീഷണറുടെ സാന്നിധ്യത്തിലാണ് എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയത്. എന്നിട്ട് ഹൈക്കോടതി വെച്ച അഡ്വക്കേറ്റ് കമ്മീഷണർ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തു, എന്തൊക്കെയാണ് നടന്നത്, എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തത്. എന്നിട്ട് ഹൈക്കോടതി ഈ അഡ്വക്കേറ്റ് കമ്മീഷണറെയും അവിടെ നടന്ന നടപടിക്രമങ്ങളെയും അഭിനന്ദിച്ചുകൊണ്ടുള്ള കോടതി വിധിയും കൂടിയുണ്ട്.
ശബരിമലയിലെ കൊടിമര പുനർനിർമ്മാണത്തിലെ ക്രമക്കേട് അന്വേഷിക്കാനുള്ള ഹൈക്കോടതി ഉത്തരവ് കോൺഗ്രസിന് തിരിച്ചടിയെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. 10 കിലോയിലധികം സ്വർണം പിടിച്ചു. അതിൽ 5 കിലോയോളം കാണുന്നില്ലെന്നാണ് പറയുന്നത്. VD സതീശൻ ഇപ്പോൾ മിണ്ടാട്ടമില്ലെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. സ്വർണ്ണ കൊള്ളയുടെ പേര് പറഞ്ഞുകൊണ്ട് ഇടതുപക്ഷത്തെ ആക്രമിക്കാൻ ശ്രമിച്ചവർക്ക് ഹൈക്കോടതിയുടെ പുതിയ വിധിയോടെ കോൺഗ്രസിൻ്റെ പ്രമുഖ നേതൃത്വത്തിന് വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ഈ കുടിമര മാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഉണ്ട് എന്ന് വ്യക്തമായിരിക്കുകയാണ്. ചെറിയ സ്വർണ്ണമൊന്നുമല്ല, 10 കിലോ സ്വർണം അതിലധികം പിരിച്ചിട്ടുണ്ട്. ഇപ്പോൾ പിരിച്ചതിൻ്റെ അത് 1/4 കിലോ അല്ല 1/2 കിലോ കാണാനില്ല എന്നാണ് ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്നിനും കണക്കില്ല എന്നുള്ളതാണ് ഹൈക്കോടതി തന്നെ പറയുന്നത്. അപ്പോൾ ഇതെല്ലാം അന്വേഷിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കുമ്പോൾ അന്നത്തെ ബോർഡ് എന്ന് പറയുന്നത് പ്രയാർ ഗോപാലകൃഷ്ണനാണ്, പിന്നെ കോൺഗ്രസിൻ്റെ ഗവൺമെൻറ്റുമാണ്. ഇപ്പോഴ് SITയെ സംബന്ധിച്ചും ഹൈക്കോടതിയെ സംബന്ധിച്ചും എല്ലാം വിമർശനപരമായ കാര്യങ്ങളാണ് VD സതീശൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. VD സതീശന് മിണ്ടാട്ടില്ല. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ കുറ്റം ചെയ്തവർ ആരായിരുന്നാലും ശിക്ഷിക്കപ്പെടണമെന്ന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഏറ്റവും അധികം ഉൾപ്പെട്ടിരിക്കുന്നതും നേതൃത്വം കൊടുത്തിരിക്കുന്നതും കോൺഗ്രസ് നേതാക്കന്മാരാണ്. ഇതിൽ പ്രതിപക്ഷ നേതാവിന് മൗനമാണ്. സോണിയാഗാന്ധിക്കൊപ്പമുള്ള ഫോട്ടോ പുറത്തു വന്നിട്ടും കോൺഗ്രസ് നേതാക്കൾ ആരും ഒരു പ്രതികരണവും നടത്താൻ തയ്യാറായിട്ടില്ലല്ലോ എന്നും V ശിവൻകുട്ടി പറഞ്ഞു. ഒന്നാം ഘട്ടത്തിൽ സ്വർണ്ണക്കൊള്ള നടന്ന അവസരത്തിൽ ഗവൺമെന്റ് ഉറച്ച നിലപാട് സ്വീകരിച്ചു. ആരായിരുന്നാലും കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെട്ടു. പ്രതിപക്ഷ നേതാവ് പ്രത്യേക അന്വേഷണ സംഘത്തെ വിമർശിച്ചുകൊണ്ടുള്ള പ്രസ്താവന ഇറക്കിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ഇതിൻ്റെ പ്രധാന ഉത്തരവാദി കോൺഗ്രസിൻ്റെ ഉന്നത നേതാക്കന്മാരും ഇതിൽ പെടുമെന്നുള്ളതുകൊണ്ടാണ് ഈ പ്രസ്താവന നടത്തുന്ന കാര്യം വ്യക്തമായി. എന്ന് മാത്രമല്ല, ബഹുമാനപ്പെട്ട സോണിയാഗാന്ധിയുടെ അടുത്ത് പോയത് ആരൊക്കെയാണ്? 2 പ്രാവശ്യം പോയി. പ്രൈം മിനിസ്റ്ററുടെ അത്രയും സെക്യൂരിറ്റിയുള്ള ബഹുമാനപ്പെട്ട സോണിയാഗാന്ധിയുടെ വസതിയിൽ പ്രവേശിക്കുവാൻ ഈ സ്വർണ്ണ കൊള്ളയ്ക്ക് നേതൃത്വം കൊടുത്തവരും വാങ്ങിയവരും കൊടുത്തവരും എല്ലാവരും ഒരുമിച്ച് പോയില്ലേ? അതിനോടൊപ്പം തന്നെ 2 MPമാരും പോയില്ലോ. MPമാരെ ഒരാളുടെ ചോദ്യം ചെയ്തല്ലോ. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ഇൻവോൾവ് ആയിരിക്കുന്നതും ഏറ്റവും കൂടുതൽ ഈ സ്വർണ്ണക്കൊള്ളയിൽ ഉൾപ്പെട്ടിരിക്കുന്നതും അതിന് നേതൃത്വം കൊടുത്തവരും ഈ സ്വർണ്ണക്കൊള്ള നടത്തിയവരുമായി ബന്ധം വച്ചിട്ടുള്ളത് കോൺഗ്രസിന്റെ നേതാക്കളാണ്. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ നടൻ ജയറാമിനെ ED ചോദ്യം ചെയ്യും. അടുത്ത ചൊവ്വാഴ്ച EDയുടെ കൊച്ചി ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാണ് നിർദ്ദേശം. സ്വർണ്ണ കവർച്ചാ കേസിലെ 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധത്തിൽ വ്യക്തത തേടാനാണ് ജയറാമിനെ ED വിളിപ്പിച്ചിരിക്കുന്നത്. നേരത്തെ ജയറാമിനെ SIT ചോദ്യം ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ EDയും ചോദ്യം ചെയ്യലിനായി ജയറാമിനെ വിളിപ്പിച്ചിരിക്കുന്നത്. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധന്റെ ജാമ്യാപേക്ഷ സുപ്രീം കോടതി തള്ളി. അന്വേഷണം നടക്കുമ്പോൾ ഇടപെടാനാകില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ജസ്റ്റിസ് ദീപാങ്കർ ദത്ത അധ്യക്ഷനായ ബെഞ്ച് ജാമ്യാപേക്ഷ തള്ളിയത്. ഹൈക്കോടതി ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്നാണ് ഗോവർദ്ധൻ സുപ്രീം കോടതിയെ സമീപിച്ചത്. താൻ അയ്യപ്പ ഭക്തനാണെന്നും സ്വർണ്ണ കവർച്ചയിൽ പങ്കില്ലെന്നുമായിരുന്നു ഗോവർദ്ധന്റെ വാദം. തട്ടിയെടുത്ത സ്വർണം വാങ്ങിയെന്ന് ആരോപിച്ചാണ് കർണാടക ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധനെ SIT അറസ്റ്റ് ചെയ്തത്. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ ദേവസ്വം ബോർഡ് മുൻ കമ്മീഷണർ N വാസുവിന്റെ ജാമ്യാപേക്ഷയിൽ ഉത്തരവ് നാളെ. ജാമ്യാപേക്ഷയിൽ കൊല്ലം വിജിലൻസ് കോടതിയിൽ വാദം പൂർത്തിയായി. കേസിൽ അറസ്റ്റിലായി 90 ദിവസത്തിനു ശേഷവും കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യത്തിലാണ് വാസു സ്വാഭാവിക ജാമ്യം തേടിയത്. SIT കുറ്റപത്രം സമർപ്പിക്കാത്തതും ജാമ്യ ഹർജിയിൽ ചൂണ്ടിക്കാട്ടി. കേസിൽ 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി, ദേവസ്വം ബോർഡ് മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ മുരാരി ബാബു എന്നിവർക്ക് നേരത്തെ സ്വാഭാവിക ജാമ്യം ലഭിച്ചിരുന്നു. ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്കെതിരെ പ്രതിപക്ഷം അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകി. ലോക്സഭാ സെക്രട്ടറി ജനറലിനാണ് നോട്ടീസ് നൽകിയത്. 118 MPമാരാണ് നോട്ടീസിൽ ഒപ്പുവെച്ചത്. അതേസമയം തൃണമൂൽ കോൺഗ്രസ് MPമാർ അവിശ്വാസ പ്രമേയ നോട്ടീസിൽ ഒപ്പുവെച്ചു. പ്രതിപക്ഷത്തെ അനുനയിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിച്ചുവെങ്കിലും പരാജയപ്പെട്ടു. ബജറ്റ് ചർച്ചയ്ക്ക് മുൻപ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കളെ സംസാരിക്കാൻ അനുവദിക്കണമെന്നത് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ ആവശ്യം സർക്കാർ തള്ളിയതോടെയാണ് അനുനയ നീക്കം പൊളിഞ്ഞത്. ലോക്സഭയുടെ ചരിത്രത്തിൽ 4-ാം തവണയും NDA സർക്കാരിന്റെ ആദ്യത്തെ തവണയുമാണ് സ്പീക്കർക്കെതിരെ അവിശ്വാസ പ്രമേയ നോട്ടീസ് വരുന്നത്.
സർക്കാരിനെതിരായ നിലപാടിലെ വിമർശനങ്ങൾക്ക് മറുപടിയുമായി കവിയും സാഹിത്യ അക്കാദമി ചെയർമാനുമായ സച്ചിദാനന്ദൻ. അദൃശ്യമായതിനെ ദൃശ്യമാക്കുക എന്നും കേൾക്കാത്ത ശബ്ദങ്ങളെ കേൾപ്പിക്കുക എന്നതുമാണ് ജനാധിപത്യം. മാർക്സിസത്തിന് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഏക വഴി ഇതാണ്. സൈബർ കൂട്ടങ്ങളുടെ മിഥ്യാലോകം താൻ പറയാൻ ശ്രമിച്ച കാര്യങ്ങളുടെ പൊരുൾ മനസ്സിലാക്കാൻ പോലും ശ്രമിച്ചില്ല എന്നത് വ്യക്തമാണ്. കമന്റ് ചെയ്യുന്നവർ തീർച്ചയായും എന്റെ കൃതികൾ വായിച്ചിട്ടില്ല. തന്റെ പോരാട്ടങ്ങളെക്കുറിച്ച് അവർക്ക് അറിയില്ല. ജീവിതത്തിൽ ഇന്നുവരെ ഒരു സ്ഥാനത്തിനോ പുരസ്കാരത്തിനോ അംഗീകാരത്തിനോ വേണ്ടി ആരുടെയും മുന്നിലും കൈനീട്ടിയിട്ടില്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നടത്തുന്ന ആത്മഹത്യാപരമായ ഒത്തുതീർപ്പുകളെക്കുറിച്ച് അറിവില്ലാത്തതുപോലെ നടിക്കുന്ന അജ്ഞരായ കമന്റേറ്റർമാർക്ക് മുന്നിൽ ഇതെല്ലാം പറയേണ്ടി വരുന്നതിൽ ലജ്ജയുണ്ടെന്നും സച്ചിദാനന്ദൻ പറഞ്ഞു. ശബരിമലയിലെ കൊടിമര പുനർനിർമ്മാണത്തിലെ ക്രമക്കേട് അന്വേഷിക്കാനുള്ള ഹൈക്കോടതി ഉത്തരവ് കോൺഗ്രസിന് തിരിച്ചടിയെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. 10 കിലോയിലധികം സ്വർണം പിരിച്ചു. അതിൽ 5 കിലോയോളം കാണുന്നില്ലെന്നാണ് പറയുന്നത്. VD സതീശൻ ഇപ്പോൾ മിണ്ടാട്ടമില്ലെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. സ്വർണ്ണ കൊള്ളയുടെ പേര് പറഞ്ഞുകൊണ്ട് ഇടതുപക്ഷത്തെ ആക്രമിക്കാൻ ശ്രമിച്ചവർക്ക് ഹൈക്കോടതിയുടെ പുതിയ വിധിയോടെ കോൺഗ്രസിൻ്റെ പ്രമുഖ നേതൃത്വത്തിന് വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ഈ കൊടിമര മാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഉണ്ട് എന്ന് വ്യക്തമായിരിക്കുകയാണ്. ചെറിയ സ്വർണ്ണമൊന്നുമല്ല, 10 കിലോ സ്വർണം അധികം പിരിച്ചിട്ടുണ്ട്. ഇപ്പോൾ പിരിച്ചതിൻ്റെ അത് 1/4 കിലോ അല്ലെങ്കിൽ 1/2 കിലോ കാണാനില്ല എന്നാണ് ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കും. ഒന്നിനും കണക്കില്ല എന്നുള്ളതാണ് ഹൈക്കോടതി തന്നെ പറയുന്നത്. അപ്പോൾ ഇതെല്ലാം അന്വേഷിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കുമ്പോൾ അന്നത്തെ ബോർഡ് എന്ന് പറയുന്നത് പ്രയാർ ഗോപാലകൃഷ്ണനാണ്, പിന്നെ കോൺഗ്രസിൻ്റെ ഗവൺമെൻറ്റുമാണ്. ഇപ്പോൾ SITയെ സംബന്ധിച്ചും ഹൈക്കോടതിയെ സംബന്ധിച്ചും എല്ലാം വിമർശനപരമായ കാര്യങ്ങളാണ് VD സതീശൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. VD സതീശന് മിണ്ടാട്ടില്ല. ലാസർ ചേട്ടൻ നമ്മുടെ ബ്രോക്കർ ചേട്ടൻ, ബസ്സിന് പിറകെ പാഞ്ഞുമടുത്തൊരു ശോകം ചേട്ടൻ. വേണം ചേട്ടന് ബൈക്ക്, നല്ലൊരു സൂപ്പർ ബൈക്ക്. ഹൈ വന്നു ധനലക്ഷ്മി, വന്നു സൂപ്പർ ബൈക്ക്. വായോ വായോ ധനലക്ഷ്മിക്ക് വായോ. വണ്ടി വാങ്ങാം, വീട് വെക്കാം, ബിസിനസ് ഡ്രീം കളർഫുൾ ആക്കാം. ധനലക്ഷ്മി ധനലക്ഷ്മി ധനകാര്യത്തിന് ധനലക്ഷ്മി. ധനലക്ഷ്മി ഹയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് ലിമിറ്റഡ്. ധനകാര്യത്തിന് ഇനി ധനലക്ഷ്മി. ഇറ്റ്സ് ഓക്കെ. അത് ശരി, കാറ്ററാക്ട് ഓപ്പറേഷന് ശേഷം നിങ്ങളുടെ വികൃതി കുറച്ച് കൂടിയിട്ടുണ്ട്. മാക്സി വിഷൻ അഡ്വാൻസ്ഡ് കാറ്ററാക്ട് കെയർ. കണ്ണുകൾക്ക് യൗവനം, മനസ്സിനും യൗവനം. ഞങ്ങൾ നോക്കിക്കൊള്ളാം. ബ്രാൻഡഡ് ബാത്റൂം ഫിറ്റിംഗ്സുകളും കിച്ചൺ ഫിറ്റിംഗ്സുകളും ഗ്യാരണ്ടിയോടുകൂടി ഫാക്ടറിയിൽ നിന്നും നേരിട്ട് നിങ്ങളിലേക്ക്. ഗ്രാമിന് 1 രൂപയെന്ന ഏറ്റവും സുതാര്യമായ വിലയിൽ ലേറ്റസ്റ്റ് ബാത്റൂം ഫിറ്റിംഗ്സുകൾ ഇനി നിങ്ങളിലേക്ക്. വിജയകരമായ 3 വർഷങ്ങൾ. കേരളത്തിലുടനീളം 30-ൽ പരം ഷോറൂമുകൾ, 3 ലക്ഷത്തിലധികം സന്തുഷ്ടരായ ഉപഭോക്താക്കൾ. ഇത് ജനങ്ങൾ നെഞ്ചിലേറ്റിയ ജനങ്ങളുടെ ഷോറൂം. കിലോ ബസാർ, നിങ്ങളുടെ വീടിന്, നിങ്ങളുടെ കുടുംബത്തിന്. ഫോർ യുവർ ഹോം, ഫോർ യുവർ ഫാമിലി. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിന്റ് ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിന്റ് ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. Aquila Finance, the legacy of trusted service since 1995. കഴിഞ്ഞ 30 വർഷങ്ങളായി അക്വില ഫിനാൻസ് ഇവിടെ തന്നെയാണ്, നമ്മളോടൊപ്പം കേരളത്തിൽ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി ഒരു EV കാർ. സബ്സ്ക്രൈബ് ചെയ്യൂ, റിന്യൂ ചെയ്യൂ, നേടൂ മറ്റനേകം സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. കേരള വിഷൻ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത് വേണി ഹെയർ എലിക്സിർ. സമൃദ്ധമായ മുടി ബയോടെക്നോളജിയിലൂടെ. ഇൻ അസോസിയേഷൻ വിത്ത് HUID 916 സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്. മൈ ജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. സ്വർണ്ണമുഖി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സൂര്യപ്രഭയുടെ സ്വർണ്ണമുഖം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. Kairali Agriculture Multi-State Cooperative Society Limited.
സെബ് സോളാർ, കേരളത്തിന്റെ ഏറ്റവും വിശ്വസ്തമായ എനർജി പാർട്ട്ണർ. സതേൺ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ്സ് ആൻഡ് മൾട്ടിപർപ്പസ് സൊസൈറ്റി ലിമിറ്റഡ്. ധനലക്ഷ്മി ഹയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് ലിമിറ്റഡ്. എക്സ്പീരിയൻസ് ഡോക്ടേഴ്സ് ആൻഡ് വേൾഡ് ക്ലാസ് പേഷ്യന്റ് കെയർ. ഞങ്ങൾ നോക്കിക്കൊള്ളാം. Aquila Finance, the legacy of trusted service since 1995. TPR Golden Diamonds, MG Road, Thrissur, near bus stand, Tripprayar. സെൽസർ സെപ്റ്റിക് ടാങ്ക്, ഒരിക്കലും പൊട്ടാത്ത, നിറയാത്ത, ചോരാത്ത സെപ്റ്റിക് ടാങ്ക്. ജുവൽ റോക്ക് ഹയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ്, കേരള ആൻഡ് തമിഴ്നാടു. ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ്, വിശ്വാസത്തിന്റെ വളർച്ചയുടെ സ്ഥിരതയുടെ പാരമ്പര്യം. സാനിറ്ററി ആൻഡ് ബാത്റൂം ഫർണിച്ചറുകൾക്ക് കേരളം ഇന്ന് വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും കിടിലൻ ഓഫറുകൾ. കിലോ ബസാർ ആൻഡ് എക്കണോമി ചെയിൻ സ്റ്റോർ കൺസെപ്റ്റ് ഓഫ് യൂറോടെക്. ഇനി നിങ്ങളുടെ സ്വപ്നങ്ങളെ സുരക്ഷിതമായി നിക്ഷേപിക്കൂ. മാക്സ് വാല്യൂ ക്രെഡിറ്റ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റഡ്. ജെൻലാക് NC തിന്നർ, മികച്ച ഫിനിഷിംഗ്, ഉറപ്പുള്ള ഗുണമേന്മ. തിന്നറിൽ ഹേമൻ. തുടർ ഭരണത്തിനെതിരായ വിമർശനത്തിനിടെ കവി കെ സച്ചിദാനന്ദനെ അനുനയിപ്പിക്കാൻ CPIM ശ്രമം. തൃശൂർ ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ സച്ചിദാനന്ദനുമായി കൂടിക്കാഴ്ച നടത്തി. അരണാട്ടുകരയിലെ സച്ചിദാനന്ദന്റെ വീട്ടിലെത്തിയാണ് കൂടിക്കാഴ്ച നടത്തിയത്. സച്ചിദാനന്ദൻ വിശാല കാഴ്ചപ്പാടിൽ പറഞ്ഞ കാര്യം മറ്റൊരു തരത്തിലാണ് വന്നതെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം KV അബ്ദുൽ ഖാദർ പറഞ്ഞു. കക്ഷി രാഷ്ട്രീയത്തിനപ്പുറമുള്ള പ്രതികരണമാണ് അദ്ദേഹം നടത്തിയത്. സെക്കുലറായ ഇടതുപക്ഷക്കാരനാണ് K സച്ചിദാനന്ദനെന്നും അബ്ദുൽ ഖാദർ പറഞ്ഞു. കാര്യം മാഷ് ഉദ്ദേശിക്കാത്ത അർത്ഥത്തിൽ വന്നു എന്നുള്ളതാണ് മാഷ് ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. കേരളത്തിലെ ഒരു കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിലൊന്നല്ല, ആ അർത്ഥത്തിലല്ല മാഷ് പറഞ്ഞത്. വിശാലമായൊരു താത്വിക തലത്തിലാണ് മാഷ് പറഞ്ഞത്. കേരളത്തിലെ ഇടതുപക്ഷ മൂല്യങ്ങളോട് അങ്ങേയറ്റം ആദരവുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം ഏറ്റവും ശക്തനായിട്ടുള്ളൊരു സെക്യുലറാണ്. സാഹിത്യരംഗത്തെ കാവ്യമേഖലയിലെ ഉദാത്തമായ സൃഷ്ടികളുടെ രചയിതാവാണ്. അത്തരത്തിലുള്ള സച്ചിദാനന്ദൻ മാഷ് കേരളത്തിലെ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിൽ ഒരു നിലപാടെടുത്തു എന്ന അർത്ഥത്തിൽ കാണേണ്ടതില്ല എന്ന് തന്നെയാണ് അദ്ദേഹവുമായി ഞാനും അശോകൻ ചെരുവിലും സംസാരിച്ചപ്പോൾ ഞങ്ങൾക്ക് ബോധ്യമായ കാര്യം. തുടർഭരണം വേണ്ടെന്ന കവി കെ സച്ചിദാനന്ദന്റെ പ്രതികരണത്തിന് മറുപടിയുമായി മന്ത്രി വി ശിവൻകുട്ടി. കേരളത്തിൽ മൂന്നാം തുടർഭരണത്തിന് വേണ്ടി സഖാക്കളും ഇടതുപക്ഷ ജനാധിപത്യ വിശ്വാസികളും മുൻപോട്ട് തന്നെ പോകും. ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾ ഇടതുപക്ഷം കേരളത്തിൽ നടത്തിയിട്ടുണ്ട്. അതിനാൽ ഇടതുപക്ഷം വീണ്ടും കേരളത്തിൽ അധികാരത്തിൽ വരാൻ സാധ്യതയുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ മൂന്നാമതും അധികാരത്തിൽ വരേണ്ടതില്ല എന്ന തരത്തിലുള്ള പ്രസ്താവന ആര് നടത്തിയാലും ഇടതുപക്ഷ ജനാധിപത്യ വിശ്വാസികൾക്ക് വിഷമമുണ്ടാക്കുമെന്ന് മന്ത്രി പറഞ്ഞു. തുടർ ഭരണത്തെ വിമർശിച്ചുകൊണ്ട് പോസ്റ്റിട്ട കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റും കവിയുമായ സച്ചിദാനന്ദനെ പരോക്ഷമായി പരിഹസിച്ച് പോസ്റ്റിട്ട് കേരള സാഹിത്യ അക്കാദമി വൈസ് പ്രസിഡന്റും എഴുത്തുകാരനുമായ അശോകൻ ചെരുവിൽ. TP വേണുഗോപാൽ എഴുതിയ നാശം എന്ന ചെറുകഥ പങ്കുവച്ചുകൊണ്ടായിരുന്നു വിമർശനം. പത്തനംതിട്ട തിരുവല്ല നെടുമ്പറമ്പിൽ ഫിനാൻസിൽ നിന്ന് 2 കോടി വാങ്ങിയെന്ന ആരോപണത്തിൽ CPIM പത്തനംതിട്ട മുൻ ജില്ലാ സെക്രട്ടറി KP ഉദയഭാനുവിനെതിരെ നിയമ നടപടിയുമായി ആന്റണി MP 1 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ഉദയഭാനുവിന് വക്കീൽ നോട്ടീസ് അയച്ചു. ആരോപണങ്ങൾ പിൻവലിച്ച് മാപ്പ് പറയണം, ഇല്ലെങ്കിൽ നിയമപരമായി മുന്നോട്ടു പോകുമെന്നും നോട്ടീസിൽ പറയുന്നു. 2 ആരോപണങ്ങളാണ് ആന്റണിക്കെതിരെ ഉദയഭാനു ഉന്നയിച്ചത്. ശബരിമല തന്ത്രി കണ്ഠർ രാജീവരുടെ 2.5 കോടി രൂപ നെടുമ്പറമ്പിൽ ഫിനാൻസിൽ നിക്ഷേപിച്ചെന്നും ബാങ്ക് പൊളിഞ്ഞപ്പോൾ ആന്റണി തുക പിൻവലിച്ചെന്നുമായിരുന്നു ഒന്ന്. NM രാജുവിന്റെ കയ്യിൽ നിന്നും 2 കോടി വാങ്ങിയെങ്കിലും 20 ലക്ഷം മാത്രമാണ് തിരികെ കൊടുത്തതെന്നായിരുന്നു മറ്റൊരു ആരോപണം. ആന്റണി MPയുടെ വക്കീൽ നോട്ടീസിന് പിന്നാലെ മറുപടിയുമായി CPIM പത്തനംതിട്ട മുൻ ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു. സമൂഹത്തിന് മുൻപിൽ ആന്റണി MPയുടെ മാനത്തിന്റെ തുണി അഴിഞ്ഞു നിൽക്കുകയാണ്. താൻ നടത്തിയ വാദത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുവെന്നും എല്ലാം അന്വേഷണത്തിലൂടെ കണ്ടെത്തട്ടെ, താൻ എന്തിന് മാപ്പ് പറയണമെന്നും KP ഉദയഭാനു ചോദിച്ചു. സമൂഹത്തിന് മുന്നിൽ മാനത്തിന്റെ ഉടുകിന് അഴിഞ്ഞ് നിൽക്കുന്ന ആന്റണി NN രാജുവിൻ്റെ കയ്യിൽ നിന്ന് 2 കോടി രൂപ വാങ്ങിച്ചു എന്ന് പറയുകയാണ്. NN രാജു പത്രസമ്മേളനം നടത്തിയത് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് ആന്റണിനെ മറുപടി പറയും എങ്ങനെയാണ് പൈസ വാങ്ങിച്ചത്.
എന്തിനാണ് പൈസ വാങ്ങിച്ചത്? ഇതെല്ലാം ആൻഡോമാൻ പറയേണ്ട കാര്യമാണ്. ആൻഡോമാൻ്റെ 2 കോടി രൂപ പിൻവലിച്ചു എന്നുള്ളത് വളരെ വ്യക്തമല്ലേ? അതിൽ ഉറച്ചിരിക്കുന്നു. ആൻഡോമാനെ അവിടുന്ന് 2 കോടി രൂപ പിൻവലിച്ചു എന്നുള്ള കാര്യം പിന്നെ രാജു വളരെ വ്യക്തമായി കൊടുത്ത ആളും പറഞ്ഞു, വാങ്ങിച്ച ആളും പറയുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി പാലയിൽ മത്സരിക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. ജോസ് കെ മാണി സജീവമായി രംഗത്ത് വരും. ഉചിതമായ സമയത്ത് പാർട്ടി തീരുമാനമെടുക്കുമെന്നും റോഷി അഗസ്റ്റിൻ പറഞ്ഞു. സജ്ജമായി രംഗത്ത് വരും, സജീവമായി നേരിടും. നല്ല വിജയം എല്ലാ മേഖലയിലുണ്ടോ? UDF ജാഥയിൽ പങ്കെടുക്കേണ്ട മാണി സി കാപ്പൻ പരദൂഷണം പറയാൻ പാലായിൽ ഇരിക്കുകയാണെന്ന് ജോസ് കെ മാണി. വികസന കാര്യങ്ങളിലെ പോരായ്മകൾ കണ്ടാൽ ചൂണ്ടിക്കാണിക്കും. അതിനെ വ്യക്തിപരമായി കാണേണ്ടതില്ല. വികസന മുരടിപ്പ് എവിടെയും തുറന്നു കാണിക്കുമെന്നും ജോസ് കെ മാണി പറഞ്ഞു. ഈ അദ്ദേഹത്തിന്റെ കഴിവുകൾ പുറത്തു പറയാനും അതിനെ ന്യായീകരിക്കാനും ഒരു സാധ്യതയില്ല. അതാണ്. അപ്പോൾ അരി എത്രയാണെന്ന് ചോദിക്കുമ്പോൾ പയർ ഞാനി എന്ന് പറയുന്നത് അദ്ദേഹം അവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയില്ല എന്നുള്ളത് പറഞ്ഞു. അത് ഏതെങ്ങനെയാണെങ്കിലും ഞാനത് ചൂണ്ടിക്കാണിക്കും. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന് ഉത്തരവില്ലാത്തതുകൊണ്ട് അതിന്റെ സബ്ജക്ട് തിരിച്ചുവിടാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നേ ഉള്ളൂ. ഈ ഉത്തരം മുട്ടുമ്പോൾ പലരും കാണിക്കുന്നതെന്ന് ഞാൻ ഉത്തരം പറയണം. പ്രതിപക്ഷം എന്താ ചെയ്യുന്ന ആരോപണങ്ങളും അല്ലെങ്കിൽ തന്നെ സമരങ്ങളും അവർ ചർച്ച ചെയ്യാൻ പോലും തയ്യാറൊന്നുമല്ലോ. ഒരു കാര്യം പറയട്ടെ, ഈ അടുത്ത പ്രകടനത്തിന് ഞങ്ങൾ ഇന്നതാണ് ചെയ്യുന്നത്, ഒരു പുതിയ യുഗമാണല്ലോ പറയുന്നത്. ആ യുഗത്തിൽ എന്താ പുതിയതെന്ന് പറയുന്നില്ല, സസ്പെൻഷൻ നിർത്തുക. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ PA ആയിരുന്ന എസ് സുരേഷിനെ പാലക്കാട് മലമ്പുഴയിൽ മത്സരിപ്പിക്കാൻ UDF നീക്കം. സ്വതന്ത്രനായി മത്സരിപ്പിക്കാനാണ് നീക്കം. ഇത് സംബന്ധിച്ച് കോൺഗ്രസ് സംസ്ഥാന നേതാക്കൾ സുരേഷിനെ കണ്ട് സംസാരിച്ചു. ഇടതുകോട്ടയായ മലമ്പുഴയിൽ വലിയ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്നാണ് കോൺഗ്രസ് വിലയിരുത്തൽ. ദീർഘകാലം VSന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് ആയിരുന്നു സുരേഷ്. അതേസമയം കോൺഗ്രസ് നേതാക്കൾ തന്നെ സമീപിച്ചിരുന്നുവെന്നും എന്നാൽ മത്സരിക്കുന്നതിന്റെ കാര്യത്തിൽ നേതാക്കളെ തീരുമാനം അറിയിച്ചിട്ടില്ലെന്ന് സുരേഷ് പറഞ്ഞു. കോൺഗ്രസ് ലീഡേഴ്സ് KPCC ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികൾ സംസാരിച്ചിരുന്നു. ഇത് മാത്രമല്ല പല കാര്യങ്ങളും എന്നോട് സംസാരിച്ചിരുന്നു. തൽക്കാലം ഞാനൊരു തീരുമാനം എടുത്തിട്ടില്ല. ഞാനിപ്പോഴും ഒരു ഇടതുപക്ഷ അനുഭാവിയായി തുടരുക തന്നെയാണ്. എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ട് 10-ലേറെ കൊല്ലമായി. ഞാനൊരു 3 അപ്പീൽ സംസ്ഥാന സെക്രട്ടറിക്കും കൊടുത്തു, ഒരു അപ്പീൽ പാലക്കാട് ജില്ലാ സെക്രട്ടറിക്ക് കൊടുത്തു. ഇതുവരെയായിട്ടൊരു മറുപടി പോലും തന്നിട്ടില്ല. എന്തുകൊണ്ട് ഞാൻ പാർട്ടി അനുഭാവിയായി, ഇടതുപക്ഷ അനുഭാവിയായിട്ട് ഞാൻ തുടരുകയാണ്. ഞാനിപ്പോൾ ഒരു തീരുമാനം എടുത്തിട്ടില്ല. അത്തരം കാര്യങ്ങൾ കൊടുത്ത വാർത്തയെ സംബന്ധിച്ചൊരു തീരുമാനം എൻ്റെ ഭാഗത്ത് വ്യക്തിപരമായി ഞാൻ എടുത്തിട്ടില്ല. സംസ്ഥാനത്ത് ജനം ഭരണമാറ്റം ആഗ്രഹിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പുതിയുഗ യാത്രയ്ക്കിടെ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ്. ഇടതുമുന്നണി ശിഥിലമാവുകയാണ്. അതേസമയം മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ പേഴ്സണൽ സ്റ്റാഫ് എസ് സുരേഷിനെ മലമ്പുഴയിൽ മത്സരിപ്പിക്കുന്നതിൽ തീരുമാനം ഉചിത സമയത്ത് പറയുമെന്നും VD സതീശൻ വ്യക്തമാക്കി. പൊതുരംഗത്ത് നിൽക്കുന്ന ആളുകളെ വിമർശിക്കപ്പെടും. ഇതിപ്പോ പിണറായി ഭരണകൂടമാണ് വിമർശിക്കപ്പെടുന്നത്. അവരുടെ നയസമീപനങ്ങളാണ് വിമർശിക്കപ്പെടുന്നത്. തീവ്ര വലതുപക്ഷ സമീപനമാണ്. അതാണ് ഇത്രയും സാംസ്കാരിക പ്രവർത്തകരെയും ഇടതുപക്ഷ സഹയാത്രികരെയും നിരാശരാക്കിയത്. അതാണ് ഞങ്ങൾ എപ്പോഴും പറയും, ടീം UDF ആണ് ഞങ്ങളുടേത്, ടീം UDF ആണ് ഞങ്ങളുടേത്, ടീം UDF. ഇടതുമുന്നണി ശിഥിലമായിക്കൊണ്ടിരിക്കുക. പരസ്പര വിശ്വാസമില്ല ഘടകകക്ഷികൾ തമ്മിൽ. CPIയും CPM തമ്മിൽ നല്ല ബന്ധമാണ്. എത്ര വിഷയങ്ങളിൽ ഏറ്റുമുട്ടി. കേരള കോൺഗ്രസിന്റെ അവരുമായിട്ടുള്ള വിഷയങ്ങൾ നിങ്ങൾക്കറിയാം. ഇപ്പൊ RJD ആയിട്ടുള്ള വിഷയങ്ങൾ അറിയാം. ഇടതുമുന്നണി ശിഥിലമാവുകയാണ്. ടീം UDF അവിടെ ഉറച്ചു നിൽക്കുക. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. തെരഞ്ഞെടുപ്പിന് മുമ്പ് പല അവസരങ്ങളും ഉണ്ടാവും. ഉചിതമായ സമയത്ത് ഏത് കാര്യങ്ങളുണ്ടെങ്കിലും, ഞാൻ പറഞ്ഞല്ലോ പല കാര്യങ്ങളും ഉണ്ടാവും ഇലക്ഷന് മുമ്പ്, അല്ലേ? പല കാര്യങ്ങളും ഉണ്ടാവും. അത് കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കും. നിങ്ങളെ അറിയിക്കാതെ രഹസ്യത്തിൽ ഒരു പരിപാടി നടത്തൂല. കേരളത്തിൽ ചരിത്രത്തിൽ ആദ്യമായി സ്കൂൾ തുറക്കുന്നതിന് 3 മാസം മുൻപ് പാഠപുസ്തക വിതരണം നടത്തുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. പാഠപുസ്തക വിതരണം ഫെബ്രുവരി 12-ന് നടത്തും. മുഖ്യമന്ത്രി പിണറായി വിജയൻ പാഠപുസ്തക വിതരണം ഉദ്ഘാടനം ചെയ്യും. കഴിഞ്ഞ 4 വർഷവും സംസ്ഥാന സർക്കാർ കൃത്യമായി പാഠപുസ്തകം വിതരണം ചെയ്യുന്നുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. കഴിഞ്ഞ 4 വർഷവും കൃത്യമായി തന്നെ പാഠപുസ്തകം പ്രിന്റ് ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കുന്ന ശേഷം ഉണ്ടായി. കുട്ടികളുടെ അഭിപ്രായം, അധ്യാപകരുടെ അഭിപ്രായം, നാട്ടുകാരുടെ അഭിപ്രായം, രക്ഷകർത്താക്കളുടെ അഭിപ്രായമൊക്കെ തന്നെ തേടിക്കൊണ്ട് ഇന്ത്യയിൽ ആദ്യമായി അങ്ങനെ ഒരു സംരംഭം നടത്തി. ഒരു പരാതിയുമില്ലാതെ ഏതാണ്ട് 3,80,00,000 പാഠപുസ്തകം കുട്ടികൾക്ക് എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞു.
പ്രാവശ്യം നിങ്ങൾ ഒന്ന് നോക്കണം. ഇനി ലാസ്റ്റ് പരീക്ഷ ആരംഭിച്ചിട്ടുണ്ട്. മാർച്ച് 5-നാണ് നമ്മുടെ SSLC പരീക്ഷ ആരംഭിക്കുന്നത്. ഫെബ്രുവരി മാസം 13-ാം തീയതി ഉച്ചയ്ക്ക് 12 മണിക്ക് 1 മുതൽ 10 വരെയുള്ള പാഠപുസ്തകം കുട്ടികൾക്ക് മുഖ്യമന്ത്രി സമർപ്പിക്കും. അതായത് 3 മാസം സ്കൂൾ തുറക്കുന്നതിന് 3 മാസങ്ങൾക്ക് മുമ്പേ മുഴുവൻ കുട്ടികൾക്കും പാഠപുസ്തകം എത്തിക്കുകയാണ്. ഇത് കേരളത്തിൻ്റെ മുന്നിൽ ഒരു ചരിത്രമാണ്. ഇന്ത്യയിൽ തന്നെ ഇത്തരത്തിൽ നടക്കുന്ന അപൂർവ കാര്യങ്ങളുണ്ട്. കരസേനാ മുൻ മേധാവി ജനറൽ MM നരവനെയുടെ പ്രസിദ്ധീകരിക്കാത്ത പുസ്തകം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചതിന് പിന്നിൽ ഗൂഢാലോചന സംശയിച്ച് ഡൽഹി പോലീസ്. പാർലമെന്റിൽ പുസ്തകം രാഹുൽ ഗാന്ധി ഉയർത്തിക്കാണിച്ചതും ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെൽ അന്വേഷിക്കുന്നുണ്ട്. ഇത് എവിടെ നിന്ന് ലഭിച്ചു എന്നതിലാണ് പരിശോധന. അതേസമയം പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്നാണ് പ്രസാധകരായ പെൻഗ്വിൻ ബുക്സിന്റെ വിശദീകരണം. കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിന്റെ പരിഗണനയിലുള്ള പുസ്തകത്തിന്റെ PDF പകർപ്പ് വിവിധ വെബ്സൈറ്റുകളിൽ പ്രത്യക്ഷപ്പെട്ട സംഭവത്തിൽ ഡൽഹി പോലീസ് കേസെടുത്തിരുന്നു. 4 Stars of Destiny എന്ന പുസ്തകത്തിന്റെ പ്രീ പ്രിന്റ് കോപ്പിയാണ് സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നത്. ഇതേ തലക്കെട്ടുള്ള ടൈപ്പ് സെറ്റ് പുസ്തകത്തിന്റെ PDF പകർപ്പ് വെബ്സൈറ്റുകളിൽ ലഭ്യമാണെന്നും പോലീസ് കണ്ടെത്തി. പുസ്തകത്തെ ചൊല്ലി പാർലമെന്റിൽ ഭരണ പ്രതിപക്ഷ തർക്കം രൂക്ഷമായതിന് പിന്നാലെയാണ് പോലീസിന്റെ നടപടി. കഴിഞ്ഞ ആഴ്ച ലോക്സഭയിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പുസ്തകത്തിന്റെ പകർപ്പ് ഉയർത്തിക്കാട്ടിയത് വലിയ പ്രതിഷേധത്തിനിടയാക്കിയിരുന്നു. ആത്മകഥയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെ ആദ്യമായി പ്രതികരിച്ച് കരസേനാ മുൻ മേധാവി ജനറൽ MM നരവനെ. പുസ്തകത്തിന്റെ പ്രകാശനാവകാശമുള്ള പെൻഗ്വിൻ ബുക്സിന്റെ പ്രതികരണമാണ് നരവനെ പങ്കുവച്ചത്. പുസ്തകം ഇതുവരെ ഔദ്യോഗികമായി പ്രസിദ്ധീകരിച്ചിട്ടില്ലെന്ന കമ്പനിയുടെ പ്രതികരണമാണ് നരവനെ പങ്കുവച്ചത്. പ്രസിദ്ധീകരിച്ചിട്ടില്ലാത്ത രാഹുൽ ഗാന്ധി പുസ്തകവുമായി സഭയിലെത്തിയിരുന്നു. ചൈനീസ് സംഘർഷവുമായി ബന്ധപ്പെട്ട വിഷയം രാഹുൽ ഗാന്ധി സഭയിൽ പരാമർശിച്ചതിന് പിന്നാലെയാണ് ജനറൽ MM നരവനെ എഴുതിയ 4 Stars of Destiny എന്ന പുസ്തകം രാജ്യവ്യാപകമായി പ്രചരിച്ചത്. എന്നാൽ പുസ്തകം ഇതുവരെ അച്ചടിക്കുകയോ ഡിജിറ്റൽ രൂപത്തിൽ പോലും വിതരണം ചെയ്യുകയോ ചെയ്തിട്ടില്ലെന്നാണ് പെൻഗ്വിൻ ബുക്സിന്റെ വിശദീകരണം. അതേസമയം പുസ്തകത്തിന്റെ പതിപ്പ് പുറത്തായതിൽ ഗൂഢാലോചനയുണ്ടെന്ന സംശയത്തിലാണ് ഡൽഹി പോലീസ്. ജനറൽ MM നരവാനെയുടെ വിവാദ പുസ്തകത്തെക്കുറിച്ച് പ്രതികരണവുമായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. പുസ്തകത്തെക്കുറിച്ച് പ്രസാധകരാണോ നരവാനെയാണോ കള്ളം പറയുന്നതെന്ന് രാഹുൽ ചോദിച്ചു. നരവാനെ കള്ളം പറയുമെന്ന് താൻ കരുതുന്നില്ല. പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടില്ലെന്ന് പെൻഗ്വിൻ പറയുന്നു. പക്ഷേ പുസ്തകം ആമസോണിൽ ലഭ്യമാണ്. തന്റെ പുസ്തകം വാങ്ങാൻ നരവാനെ 2023 ട്വീറ്റ് ചെയ്തതായും രാഹുൽ പറഞ്ഞു. It's a tweet that says, "Hello friends, my book is available now. Just follow the link. Happy reading. Jai Hind." This is a tweet that Mr. Narawane has made. You can look into the tweet. So the point I'm making is, either Mr. Narawane is lying, and I believe the army chief. Okay, I don't think he will lie, or Penguin is lying. Somebody needs to. Both cannot be telling the truth. Penguin is saying something. They're saying the book is not being published. Right? The book is available on Amazon. General Narawane has tweeted, as I just read to you, that please buy my book. And I think he tweeted that in 2013, if I'm not mistaken. Sorry, 2023. So Narawane ji, who's the army chief, he has made certain statements in the book that is inconvenient for the government of India. It's inconvenient for the Prime Minister of India. जो US के साथ ट्रेड डील हुई है वो इस നോക്കാം സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 14,475 രൂപ, പവന് 1,15,800 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 11,965 രൂപ, പവന് 95,720 രൂപ. വെള്ളി ഗ്രാമിന് 290 രൂപ, കിലോയ്ക്ക് 2,90,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി.
മണിപ്പൂരിലെ ഉഖ്രുൽ ജില്ലയിൽ തങ്ഖുൽ നാഗ സമുദായത്തിലെ ഒരാൾ ആക്രമിക്കപ്പെട്ടതിനെ തുടർന്ന് വീണ്ടും സംഘർഷം. ഉപേക്ഷിക്കപ്പെട്ട നിരവധി വീടുകൾക്ക് കുക്കി നാഗ വിഭാഗങ്ങൾ തീയിട്ടു. ഇരു വിഭാഗങ്ങളുടേതുമായി 50ഓളം വീടുകൾക്ക് തീയിട്ടിട്ടുണ്ട്. വെടിവെപ്പ് നടന്നതായും റിപ്പോർട്ടുണ്ട്. അക്രമം രൂക്ഷമായതോടെ ജില്ലയിൽ ഇന്റർനെറ്റ് സേവനങ്ങൾ 5 ദിവസത്തേക്ക് നിർത്തിവെക്കുകയും കർഫ്യൂ ഏർപ്പെടുത്തുകയും ചെയ്തതായി സംസ്ഥാന സർക്കാർ അറിയിച്ചു. ആളുകൾ കൂട്ടം കൂടിയാൽ കർശന നടപടിയെടുക്കുമെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. നടൻ ബിജു മേനോനെതിരെ നിയമ നടപടിക്കൊരുങ്ങി സിനിമാ നിർമ്മാതാവ് അനൂപ് കണ്ണൻ. കരാർ പ്രകാരമുള്ള സിനിമയുടെ പ്രൊമോഷനിൽ പങ്കെടുക്കാത്തതിനാൽ നിർമ്മാതാവിന് 25 ലക്ഷം നഷ്ടമായി എന്നാണ് പരാതി. കഴിഞ്ഞ ദിവസം സംവിധായകൻ ബി ഉണ്ണികൃഷ്ണൻ ബിജു മേനോനെതിരെ രംഗത്ത് വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ബിജു മേനോനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത്. സിനിമയുടെ പ്രൊമോഷൻ പരിപാടിയിൽ ബിജു മേനോൻ പങ്കെടുത്തത് ആകെ 3 മണിക്കൂർ മാത്രമാണെന്നും ബിജു മേനോൻ പ്രൊമോഷന് വരാമെന്ന് സമ്മതിച്ചതാണ്. പക്ഷേ പിന്നീട് ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും പ്രതികരണം ഉണ്ടായില്ല എന്നും അനൂപ് കണ്ണൻ വ്യക്തമാക്കി. ചലച്ചിത്ര പ്രവർത്തകർക്കെതിരെയുള്ള ലൈംഗികാതിക്രമ കേസിൽ സംവിധായകൻ PT കുഞ്ഞുമുഹമ്മദിനെതിരെ കുറ്റപത്രം സമർപ്പിച്ച് പോലീസ്. 5 വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ് കന്റോൺമെന്റ് പോലീസ് ചുമത്തിയിരിക്കുന്നത്. ലൈംഗികാതിക്രമം, സ്ത്രീത്വത്തെ അപമാനിക്കൽ എന്നീ കുറ്റങ്ങൾ ചേർത്താണ് കുറ്റപത്രം. ചലച്ചിത്ര പ്രവർത്തകരടക്കം 6 പേരെ സാക്ഷികളാക്കിയാണ് കുറ്റപത്രം. ഡോക്യുമെന്ററി സംവിധായികയായ ചലച്ചിത്ര പ്രവർത്തകയാണ് പരാതിക്കാരി. തനിക്കെതിരായ പരാതി വ്യാജമാണെന്ന് കുഞ്ഞുമുഹമ്മദ് നേരത്തെ വാദിച്ചിരുന്നു. ഈ വാദങ്ങളെല്ലാം തള്ളിയാണ് കുറ്റക്കാരനെന്ന് ഉറപ്പിച്ച് കോടതിയിൽ കുറ്റപത്രം നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം നവംബർ 6-ന് തിരുവനന്തപുരത്തെ ഹോട്ടലിൽ വെച്ചായിരുന്നു സംഭവം. രാജ്യാന്തര ചലച്ചിത്രമേളയുടെ മുന്നോടിയായുള്ള ഡോക്യുമെന്ററി സ്ക്രീനിങ്ങിനെത്തിയതായിരുന്നു സംവിധായിക. ഇതിനിടെയായിരുന്നു അതിക്രമം. ബസ്സിൽ ലൈംഗികാതിക്രമം നടത്തിയെന്നാരോപിച്ച് വീഡിയോ പ്രചരിപ്പിച്ചതിനെ തുടർന്ന് കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി യു ദീപക് ജീവനൊടുക്കിയ കേസിൽ പ്രതി ഷിംജിത മുസ്തഫയുടെ ജാമ്യാപേക്ഷയിൽ കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതി നാളെ ഉത്തരവ് പറയും. ദീപകിന്റെ മൊബൈൽ ഫോണിന്റെയും ലാപ്ടോപ്പിന്റെയും ശാസ്ത്രീയ പരിശോധനാ ഫലം വരുന്നതുവരെ ജാമ്യം നൽകരുതെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. എന്നാൽ ഷിംജിത 21 ദിവസമായി ജയിലിലാണെന്നതും പരിശോധനാ ഫലം വരുന്നതുവരെ റിമാൻഡിൽ കഴിയേണ്ട ആവശ്യമില്ലെന്നും പ്രതിഭാഗം വാദിച്ചു. കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി യു ദീപക് ജീവനൊടുക്കിയ സംഭവത്തിലെ കേസിലെ പ്രതി ഷിംജിത മുസ്തഫയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതാണ് കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതി ഇന്നും മാറ്റിവെച്ചത്. നാളെ ജാമ്യാപേക്ഷയിൽ ഉത്തരവുണ്ടാകുമെന്നുള്ളതാണ് കോടതി വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഷിംജിത മുസ്തഫയ്ക്ക് ജാമ്യം നൽകരുത് എന്നുള്ളതാണ് പ്രോസിക്യൂഷന്റെ വാദം. അതിന് കാരണമായി അവർ ചൂണ്ടിക്കാണിക്കുന്നത് ഷിംജിത മുസ്തഫയുടെ മൊബൈൽ ഫോണിന്റെയും ലാപ്ടോപ്പിന്റെയും ശാസ്ത്രീയ പരിശോധനാ ഫലം ഇനിയും ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ്. അത് ലഭിച്ച ശേഷം മാത്രം ജാമ്യാപേക്ഷ പരിഗണിച്ചാൽ മതി എന്നുള്ളതാണ് പ്രോസിക്യൂഷന്റെ വാദം. എന്നാൽ ഷിംജിത മുസ്തഫ കഴിഞ്ഞ 21 ദിവസമായി മഞ്ചേരി ജയിലിൽ കഴിയുകയാണെന്നും അതുകൊണ്ട് തന്നെ അവർക്ക് ജാമ്യം അനുവദിക്കണമെന്നുമുള്ളതാണ് ഷിംജിതയുടെ അഭിഭാഷകൻ വാദിക്കുന്നത്. ഇത്രയും ദിവസം ജയിലിൽ കഴിയേണ്ട ആവശ്യമില്ലെന്നും അവർ വാദിക്കുന്നു. ഒപ്പം തന്നെ ഇതിന്റെ ശാസ്ത്രീയ പരിശോധനാ ഫലം വരുന്നതുവരെ ജയിലിൽ കിടക്കേണ്ടതുണ്ടോ എന്ന ചോദ്യവും പ്രതിഭാഗം ഉന്നയിക്കുന്നുണ്ട്. ഈ 2 വാദങ്ങളും പൂർത്തിയായി. അതുകൊണ്ട് തന്നെ ഷിംജിതയുടെ ജാമ്യാപേക്ഷയിലുള്ള അന്തിമ ഉത്തരവ് നാളെ ഉണ്ടാകുമെന്നാണ് കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതിയിൽ നിന്നും ലഭിക്കുന്ന വിവരം. റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ചിന്നു പാപ്പു എന്ന രേഷ്മയുടെ മരണത്തിൽ വ്യക്തത വരുത്താൻ ഒരുങ്ങി പോലീസ്. കുടുംബ പ്രശ്നമാണ് മരണത്തിന് കാരണമെന്നാണ് ആദ്യം പുറത്തുവന്ന വിവരം. എന്നാൽ നിലവിൽ കുടുംബം രംഗത്ത് വന്നിട്ടുണ്ട്. ആൺ സുഹൃത്തുമായുള്ള തർക്കമാണ് മരണകാരണമെന്നാണ് കുടുംബത്തിന്റെ മൊഴി. തങ്ങളുടെ വീട്ടിൽ യാതൊരുവിധ പ്രശ്നങ്ങളില്ലെന്നും ചിന്നു കുറച്ചുകാലമായി ആൺ സുഹൃത്തുമായി മാറി താമസിക്കുകയാണെന്നാണ് കുടുംബത്തിന്റെ മൊഴി. യുവാവിന്റെ മൊഴി രേഖപ്പെടുത്തിയാൽ മാത്രമേ യഥാർത്ഥ മരണകാരണം വ്യക്തമാവുകയുള്ളൂ. അതേസമയം രേഷ്മയുടെ മരണത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നു. തൂങ്ങി മരണമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ 2 ലക്ഷത്തിലധികം ഫോളോവേഴ്സുള്ള ചിന്നുപാപ്പു എന്ന രേഷ്മയെ ഇന്നലെയോടെയാണ് വാടക ക്വാർട്ടേഴ്സിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത്. ആൺ സുഹൃത്ത് ഫോൺ വിളിച്ചിട്ടും എടുക്കാതെ വന്നതിനാൽ നടത്തിയ പരിശോധനയിലാണ് ജീവനൊടുക്കിയ നിലയിൽ ചിന്നുവിനെ കണ്ടെത്തിയത്. ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ്, വിശ്വാസത്തിന്റെ വളർച്ചയുടെ സ്ഥിരതയുടെ പാരമ്പര്യം. ഞങ്ങളുടെ സേവനങ്ങളിൽ ഗോൾഡ് ലോൺ, റെക്കറിംഗ് ഡെപ്പോസിറ്റ്, സേവിംഗ് ഡെപ്പോസിറ്റ്, ഫിക്സഡ് ഡെപ്പോസിറ്റ്, ഡിബഞ്ചേഴ്സ്, മോർഗേജ് ലോൺ, ബിസിനസ് ലോൺ, ഇൻഷുറൻസ് എന്നിവ ഉൾപ്പെടുന്നു. കേരളം, തമിഴ്നാട്, കർണാടക എന്നിവിടങ്ങളിലായി 50-ൽ പരം ബ്രാഞ്ചുകൾ.
ഞങ്ങളെ ബന്ധപ്പെടാനുള്ള ടോൾ ഫ്രീ നമ്പർ 1800-123-0625. ലക്ഷ്മിക്കുട്ടി, ഇതെന്നെ പഠനത്തിനായിട്ട് അമ്മ വെക്കാൻ തന്നത്. അപ്പോ ഞാനിത് ജുവൽ റോക്കി കൊണ്ട് പണയം വെച്ചു. അവിടെ ആവുമ്പോ കുറഞ്ഞ പലിശക്ക് കൂടുതൽ പണം കിട്ടും. നമ്മെ അറിയുന്ന നല്ലൊരു ഫിനാൻസ് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് വിലപ്പെട്ടതൊക്കെ നഷ്ടപ്പെടുത്തി കളയണമുണ്ട് ലക്ഷ്മിക്കുട്ടി. വിശ്വസിക്കാൻ ഒരു പാരമ്പര്യമുണ്ട്. ജുവൽ റോക്ക് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, കേരള, തമിഴ്നാട്. ബ്രാൻഡഡ് ബാത്റൂം ഫിറ്റിംഗ്സുകളും കിച്ചൺ ഫിറ്റിംഗ്സുകളും ഗ്യാരണ്ടിയോടുകൂടി ഫാക്ടറിയിൽ നിന്നും നേരിട്ട് നിങ്ങളിലേക്ക്. ഗ്രാമിന് ₹1 എന്ന ഏറ്റവും സുതാര്യമായ വിലയിൽ ലേറ്റസ്റ്റ് ബാത്റൂം ഫിറ്റിംഗ്സുകൾ ഇനി നിങ്ങളിലേക്ക്. വിജയകരമായ 3 വർഷങ്ങൾ, കേരളത്തിലുടനീളം 30-ൽ പരം ഷോറൂമുകൾ, 3 ലക്ഷത്തിലധികം സന്തുഷ്ടരായ ഉപഭോക്താക്കൾ. ഇത് ജനങ്ങൾ നെഞ്ചിലേറ്റിയ ജനങ്ങളുടെ ഷോറൂം. കിലോ ബസാർ, നിങ്ങളുടെ വീടിന്, നിങ്ങളുടെ കുടുംബത്തിന്. ഫോർ യുവർ ഹോം, ഫോർ യുവർ ഫാമിലി. കേരള വിഷൻ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത് വേണി ഹെയർ എലിക്സിർ, സമൃദ്ധമായ മുടി ബയോടെക്നോളജിയിലൂടെ. ഇൻ അസോസിയേഷൻ വിത്ത് HUID 916 സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്. My G Future. Experience the next. സ്വർണ്ണമുഖി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സൂര്യപ്രഭയുടെ സ്വർണ്ണമുഖം. Kavita Gold and Diamonds, the versatile jewelry. Kairali Agriculture Multi-State Cooperative Society Limited. ZEB Solar, കേരളത്തിന്റെ ഏറ്റവും വിശ്വസ്തമായ എനർജി പാർട്ട്ണർ. Southern Multi-State Cooperative Credits and Multi-Purpose Society Limited. ധനലക്ഷ്മി ഹയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് ലിമിറ്റഡ്. എക്സ്പീരിയൻസ് ഡോക്ടേഴ്സ് ആൻഡ് വേൾഡ് ക്ലാസ് പേഷ്യന്റ് കെയർ. ഞങ്ങൾ നോക്കിക്കൊള്ളാം. Aquila Finance, the legacy of trusted service since 1995. TPR Gold and Diamonds, MG Road, Thrissur, near bus stand, Triprayar. സെൽസർ സെപ്റ്റിക് ടാങ്ക്, ഒരിക്കലും പൊട്ടാത്ത, നിറയാത്ത, ചോരാത്ത സെപ്റ്റിക് ടാങ്ക്. ജുവൽ റോക്ക് ഹയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ്, കേരള ആൻഡ് തമിഴ്നാട്. ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ്, വിശ്വാസത്തിന്റെ വളർച്ചയുടെ സ്ഥിരതയുടെ പാരമ്പര്യം. സാനിറ്ററി ആൻഡ് ബാത്റൂം ഫർണിച്ചറുകൾക്ക് കേരളം ഇന്നുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും കിടിലൻ ഓഫറുകൾ. കിലോ ബസാർ ആൻഡ് എക്കണോമി ചെയിൻ സ്റ്റോർ കൺസെപ്റ്റ് ഓഫ് യൂറോടെക്. ഇനി നിങ്ങളുടെ സ്വപ്നങ്ങളിൽ സുരക്ഷിതമായി നിക്ഷേപിക്കൂ. മാക്സ് വാല്യൂ ക്രെഡിറ്റ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റഡ്. ജെൻലാക് NC തിന്നർ, മികച്ച ഫിനിഷിംഗ്, ഉറപ്പുള്ള ഗുണമേന്മ. തിന്നറിൽ ഹേമൻ. പത്തനംതിട്ട തിരുവല്ല സ്പാ ബലാത്സംഗ കേസിൽ അന്വേഷണ സംഘത്തെ വിപുലീകരിച്ചു. പിടിയിലാകാനുള്ള 3 പ്രതികൾക്കായി അന്വേഷണം പോലീസ് സംസ്ഥാനത്തിന് പുറത്തേക്ക് വ്യാപിപ്പിച്ചു. പ്രതികൾ ബംഗളൂരുവിലേക്ക് കടന്നുവെന്നാണ് സൂചന. അതേസമയം കേസിലെ മുഖ്യപ്രതിയായ മരണ സുബിനെതിരെ വീണ്ടും കാപ്പ ചുമത്താനുള്ള നടപടികളും പോലീസ് വേഗത്തിലാക്കി. കാപ്പ ചുമത്തി ജയിലിൽ അടയ്ക്കുന്നതിനുള്ള ശുപാർശ പോലീസ് ജില്ലാ കളക്ടർക്ക് കൈമാറി. സുബിൻ കാപ്പ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ആയിരുന്നു സ്പായിലെ അതിക്രമം. കേസിൽ പിടിയിലായ സുബിൻ നിലവിൽ റിമാൻഡിലാണ്. മുട്ടൽ മരമുറി കേസിൽ അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചു. ആന്റോ അഗസ്റ്റിൻ, റോജി അഗസ്റ്റിൻ, ജോസുകുട്ടി അഗസ്റ്റിൻ എന്നിവർ പ്രതികളായ കേസിലാണ് സുൽത്താൻ ബത്തേരി മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. ഇതോടെ അഗസ്റ്റിൻ സഹോദരന്മാർ പ്രതികളായ 41 കേസുകളിലും പോലീസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു.
ഈറ്റത്തടികൾ മുറിച്ചു കടത്തിയ കേസിൽ വനം വകുപ്പ് നടപടിക്കെതിരെ അഗസ്റ്റിൻ സഹോദരന്മാർ നൽകിയ അപ്പീൽ വയനാട് അഡീഷണൽ ജില്ലാ കോടതി തള്ളിയിരുന്നു. ഇതിന് പിന്നാലെയാണ് അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചത്. കേരള സർവകലാശാലയിലെ FIFI പ്രതിഷേധത്തിനിടെ വൻ സംഘർഷമുണ്ടായി. സർവകലാശാല വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മലിന്റെ സർവകലാശാല ആസ്ഥാനത്തേക്ക് പ്രതിഷേധിച്ച SFI പ്രവർത്തകരും പോലീസും തമ്മിലാണ് സംഘർഷമുടലെടുത്തത്. പ്രകടനമായി എത്തിയ പ്രവർത്തകരെ യൂണിവേഴ്സിറ്റിക്ക് മുന്നിൽ പോലീസ് ബാരിക്കേഡിട്ട് തടഞ്ഞു. പ്രകടനം ശക്തമായതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. തുടർന്ന് ബാരിക്കേഡ് തകർത്ത് അകത്തു കയറിയ പ്രവർത്തകരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടി. സർവകലാശാല കലോത്സവം നടത്താൻ അനുവദിക്കാത്ത കായിക വിദ്യാർത്ഥികൾക്ക് TA നൽകാത്ത VCയുടെ നിലപാടിനെതിരെയാണ് SFIയുടെ സമരം. കേരള സർവകലാശാല ആസ്ഥാനത്തേക്ക് SFI നടത്തിയ മാർച്ചിന് പിന്നാലെ കടുത്ത നടപടിയുമായി VC മോഹൻ കുന്നുമ്മൽ. സർവകലാശാല യൂണിയൻ VC അസാധുവാക്കി. തിരഞ്ഞെടുപ്പിനായി ജനറൽ കൗൺസിൽ രൂപീകരിച്ചു. സ്വാഭാവിക നടപടിയെന്നാണ് സർവകലാശാലയുടെ വിശദീകരണം. എന്നാൽ VCയുടേത് പ്രതികാര നടപടിയെന്ന് SFI ആരോപിച്ചു. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള തീരുമാനത്തിൽ നിന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി പിന്മാറിയെന്ന് സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര. പ്രകടന പത്രിക നോക്കിയ ശേഷമായിരിക്കും തിരഞ്ഞെടുപ്പിൽ ഏത് മുന്നണിയെ പിന്തുണയ്ക്കണമെന്ന് വ്യാപാരികൾ തീരുമാനിക്കുക. വ്യാപാരി സൗഹൃദ നിലപാടാണ് കഴിഞ്ഞ 10 വർഷത്തിനിടെ ഇടതു സർക്കാർ സ്വീകരിച്ചതെന്നും രാജു അപ്സര പറഞ്ഞു. LDF ആയാലും UDF ആണെങ്കിലും അവർ ഒരു പ്രകടനപത്രിക ഇറക്കി ഞങ്ങളുടെ വോട്ട് വേണമെങ്കിൽ ഞങ്ങളുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അടക്കമുള്ളവരെ സംസാരിച്ച് ഡിസ്കസ് ചെയ്ത് അവരെ ബോധ്യപ്പെടുത്തി അതിൻ്റെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഞങ്ങൾ പിന്നോട്ട്. തീർച്ചയായും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് വളരെ വലിയ അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത്. കാരണം പൊതുസമൂഹത്തെ കൂട്ടി നിർത്തുന്നതിൽ മുഖ്യമന്ത്രി കാണിക്കുന്ന പ്രത്യേക താല്പര്യം. ഞാൻ പറഞ്ഞില്ലേ, ഒരു വ്യക്തി വരുമ്പോൾ അദ്ദേഹത്തിനല്ല മറുപടി കിട്ടുന്ന, അതുമായി ബന്ധപ്പെട്ട 10,000-കണക്കിന് ആളുകൾക്കാണ് മറുപടി കിട്ടുന്നത്, പ്രയോജനം ലഭിക്കുന്നത്. എൻ്റെ അനുഭവത്തിലാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്നതുകൊണ്ട് നാളത്തെ പിന്തുണ വേണമെങ്കിൽ അവരുടെ നാളത്തെ അടുത്ത ഗവൺമെന്റിന്റെ നടപടികൾ എന്താണ്, പരിഷ്കാരങ്ങൾ എന്താണ്, പ്രവർത്തനങ്ങൾ എന്താണ്, നിലപാടുകൾ എന്താണ്, ഇത് തന്നെ തുടരുമോ, ഇതിന് വ്യത്യസ്തമാകുമോ, ഇതൊക്കെ കണ്ടറിയണം. മധ്യപ്രദേശിൽ യുവതിയെ പരസ്യമായി മർദ്ദിച്ച BJP നേതാവിനെതിരെ കേസെടുത്തു. മധ്യപ്രദേശിലെ സിദ്ധി ജില്ലയിലാണ് സംഭവം. യുവതിയെ പരസ്യമായി മർദ്ദിച്ചതിനാണ് BJP നേതാവിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത്. മധ്യപ്രദേശ് BJP പ്രവർത്തകരായ സന്തോഷ് പഥക്, രാഹുൽ ദ്വിവേദി എന്നിവർക്കെതിരെയാണ് കേസെടുത്തത്. ഹേമ സിംഗ് എന്ന യുവതിക്കെതിരെയാണ് BJP പ്രവർത്തകരുടെ അക്രമം. വാക്കുതർക്കത്തെ തുടർന്ന് യുവതിയെ ഇവർ ക്രൂരമായി അടിക്കുകയായിരുന്നു. ആക്രമിക്കുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതിനെ തുടർന്ന് BJP നേതാക്കൾക്കെതിരെ വ്യാപക വിമർശനം ഉയർന്നു വന്നിരുന്നു. തൃശൂർ മാള പള്ളിപ്പുറം പള്ളിയിൽ ഗാനമേളയ്ക്കിടെ ഡാൻസ് കളിച്ചതിന്റെ പേരിൽ പോലീസ് ലാത്തി വീശി വിദ്യാർത്ഥികളും ഭിന്നശേഷിക്കാരനും ഉൾപ്പെടെ നിരവധി പേർക്ക് മർദ്ദനമേറ്റതായി പരാതി. ഞായറാഴ്ച രാത്രി പള്ളിപ്പെരുന്നാളിന്റെ ഗാനമേളയ്ക്കിടെയാണ് സംഭവം. സംഭവത്തിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അന്വേഷണം നടത്തണമെന്നും കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം.
മലപ്പുറം വണ്ടൂരിൽ നാടോടി സംഘത്തിന്റെ മോഷണം. വീടുകൾ കേന്ദ്രീകരിച്ച് പഴയ സാധനങ്ങൾ എടുക്കാൻ എന്ന പേരിൽ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള സംഘം വീടുകളിൽ കയറിയിറങ്ങിയാണ് മോഷണം നടത്തുന്നത്. വണ്ടൂർ സ്വദേശി ദാമോദരൻ നായരുടെ വീട്ടിൽ നിന്നും പിച്ചളപാത്രവും മറ്റു പാത്രങ്ങളും മോഷണം പോയതായാണ് പരാതി. ആളില്ലാത്ത വീടുകളിൽ നിന്നും കയ്യിൽ കിട്ടിയതെല്ലാം എടുത്തുകൊണ്ടു പോകുന്നതാണ് മോഷണത്തിനായി ഇറങ്ങുന്ന നാടോടികൾ ചെയ്യുന്നത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ചാക്ക് കണ്ടില്ലേ പഴയത്, അതൊന്നല്ല നിങ്ങളോട് ആരെയും ചാക്കൊക്കെ എടുക്കാൻ വേണ്ടി എനിക്ക് ആവശ്യമില്ലാണുള്ളത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അവിടെ എന്തൊക്കെയാ വലിച്ചിട്ട് നിൽക്കുക, ഒന്ന് ശരിയൊക്കെ എൻ്റെ കൈ കൊണ്ട് വയ്യ, ഞാൻ മരുന്നിന് പോവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിയതാ. പിന്നെ വാതിൽ കൂട്ടി ഞാൻ സാരി എടുത്ത് ഇറങ്ങുക, സാരി എടുക്കുമ്പോഴാണ് പറഞ്ഞത്. അപ്പോൾ ഒന്നുണ്ട് ഇതിലെങ്ങനെ വന്നിട്ട് അവിടെ നിന്ന് ഒരു ചാക്കും കൊണ്ട് നിൽക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളെന്ത് ചാക്കൊക്കെ പെറുക്കിക്കൊണ്ട് പണിക്കാരനെ വരാൻ പറഞ്ഞേറ്റ് വെച്ചു. പിന്നെ അപ്പോൾ ഒന്ന് അതിലേ വന്നു, അത് ഒരു ചെറുപ്പക്കാരത്തിയാണ്. എന്നിട്ട് അങ്ങനെ വന്നു ഇവിടെ വന്നു. ഇതൊക്കെ ഈ ചാക്കൊക്കെ നിങ്ങൾ എവിടുന്ന കൊണ്ടുവന്ന് എൻ്റെ സാധനങ്ങൾ കെട്ടിച്ചതല്ലേ, എൻ്റെ അരി വറക്കണ ചെമ്പല്ലേ, ഇതൊന്ന് ചെമ്പ് ഞാൻ മേടിച്ചു കൊണ്ടുവച്ചു. അപ്പോഴാണ് കൃഷ്ണദാസനെ കണ്ടത് അവിടെ. ഞാൻ അവരോട് അർത്ഥ വിളിച്ച് വരികയാണ് എൻ്റെ സാധനമൊക്കെ കൊണ്ടുപോയി. കൊല്ലം ശാസ്താംകോട്ടയിൽ എക്സൈസിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ 4 ഗ്രാം മെത്താഫിറ്റാമിനും 45 ഗ്രാം കഞ്ചാവും പിടികൂടി. 2 ബൈക്കുകളിലായാണ് ഇത് കടത്തിക്കൊണ്ടുവന്നത്. സംഭവത്തിൽ പ്രതികളായ അജ്മൽ ഷാ ബിലാലിനെയും റമീസിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇവർക്കെതിരെ നേരത്തെയും കേസുകളുണ്ട്. കൊല്ലം കൊണ്ടറയിൽ സ്വകാര്യ ബസിന് പിറകിൽ കാർ ഇടിച്ച് കാർ യാത്രികന് പരിക്കേറ്റു. ആറുമുറിക്കട ഓൾഡ് ഫയർ സ്റ്റേഷന് സമീപമാണ് അപകടമുണ്ടായത്. ശാസ്താംകോട്ട സ്വദേശി ഓടിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. കുണ്ടറ ഭാഗത്തു നിന്നും കൊട്ടാരക്കര ഭാഗത്തേക്ക് പോകുകയായിരുന്ന കാർ ബസ് സ്റ്റോപ്പിൽ ആളെ ഇറക്കാൻ നിർത്തിയ സ്വകാര്യ ബസിന് പിന്നിൽ ഇടിക്കുകയായിരുന്നു. ബസിൽ നിന്നും ഇറങ്ങിയ യുവതികൾ തലനാരിടയ്ക്കാണ് രക്ഷപ്പെട്ടത്. സാരമായ പരിക്കുകളോടെ കാർ യാത്രികനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ഫെബ്രുവരി 12-ന് രാജ്യവ്യാപകമായി 24 മണിക്കൂർ ദേശീയ പണിമുടക്ക് നടത്തുമെന്ന് സംയുക്ത ട്രേഡ് യൂണിയൻ സമിതി മലപ്പുറം ജില്ലാ കമ്മിറ്റി അറിയിച്ചു. പണിമുടക്ക് വിജയിപ്പിക്കാൻ ജില്ലയിലുടനീളം പ്രചാരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്നും മലപ്പുറം ജില്ലാ കമ്മിറ്റി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 29 തൊഴിൽ നിയമങ്ങളെ 4 ലേബർ കോഡുകളാക്കി മാറ്റിയിരിക്കുക. ആ 4 ലേബർ കോഡുകളാക്കി മാറ്റി വളരെ ശക്തമായ എതിർപ്പോടുകൂടി ലോക്സഭയിലും രാജ്യസഭയിലും അത് പാസ്സാക്കിയെടുത്തെങ്കിൽ പോലും നടപ്പാക്കിയിരുന്നില്ല. എന്നാൽ ബീഹാർ തെരഞ്ഞെടുപ്പോടുകൂടി കൂടുതൽ ശക്തി പ്രാപിച്ചിട്ടുള്ള NDA ഗവൺമെന്റ് കഴിഞ്ഞ നവംബർ മാസം 21-ാം തീയതിയാണ് ഇത് നടപ്പാക്കിക്കൊണ്ടുള്ള വിജ്ഞാപനം ഇറക്കിയത്. അതിന് തൊഴിലാളികൾ സ്ഥിരം തൊഴിലിനെ തന്നെ ഇല്ലായ്മ ചെയ്യും. 8 മണിക്കൂർ തൊഴിൽ എന്നുള്ളത് 12 മണിക്കൂർ ആക്കുന്നത് എംപ്ലോയർ ആവശ്യപ്പെട്ടാൽ അതിലും കൂടുതൽ സമയം വർക്ക് ചെയ്യിപ്പിക്കുകയും ചെയ്ത് തൊഴിലാളി ചൂഷണമാണ് നടക്കുന്നത്. സർക്കാർ ജീവനക്കാർ, ബാങ്ക് ജീവനക്കാർ, അധ്യാപകർ, കേന്ദ്ര സർവീസിലെ ജീവനക്കാർ എല്ലാം 12-ാം തീയതി പണിമുടക്കിക്കൊണ്ട് പരിപൂർണമായും ഈ ദേശീയ പണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ചതിന്റെ കൂടെ ചേരുകയാണ്. കൊല്ലം പാരിപ്പള്ളിയിൽ നിന്നും ബൈക്ക് മോഷ്ടിച്ച പ്രതിയെ പോലീസ് പിടികൂടി. ചിറയൻകീഴ് സ്വദേശി സുജിത്താണ് പിടിയിലായത്. സ്വകാര്യ ബസ് ഡ്രൈവർ പാരിപ്പള്ളി സ്വദേശി ഷിജോലാലിന്റെ ബൈക്കാണ് സുജിത്ത് മോഷ്ടിച്ചത്. ഉടൻ തന്നെ ഷിജോലാൽ പാരിപ്പള്ളി പോലീസിൽ പരാതി നൽകുകയായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. തൃശൂർ താലൂക്കിലെ 6 വില്ലേജുകളിലെ 1966 മുതലുള്ള സ്റ്റേ പട്ടയ പ്രശ്നങ്ങൾക്ക് പരിഹാരമൊരുക്കുകയാണ് അദാലത്തിലൂടെയെന്ന് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ. തൃശൂർ താലൂക്ക് സ്റ്റേ പട്ടയ അദാലത്ത് ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സാധാരണക്കാരുടെ ഒപ്പം നിൽക്കുന്ന സർക്കാരാണിത്. ഭൂമിയുടെ രേഖ കയ്യിലുണ്ടായിട്ടും നമ്മുടേതല്ലാത്ത കാരണങ്ങളാൽ നികുതി അടയ്ക്കാൻ പറ്റാത്തവർക്ക് ഒരവസരമൊരുക്കുകയാണ് ഈ അദാലത്തിലൂടെ. ചുരുങ്ങിയ കാലത്തിനുള്ളിൽ 2400ഓളം പട്ടയം വിതരണം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. കാലതാമസമില്ലാതെ നിയമഭേദഗതി വരുത്തിയും സ്വന്തമായി ഭൂമിയുടെ രേഖ നൽകുകയുമാണ് സർക്കാർ ഈ കാലയളവിൽ ചെയ്തതെന്നും മന്ത്രി പറഞ്ഞു. ഒന്ന്
ദർശന ഓഡിറ്റോറിയത്തിൽ നടന്ന അദാലത്തിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അധ്യക്ഷത വഹിച്ചു. ലാൻഡ് റവന്യൂ കമ്മീഷണർ കെ ജീവൻ ബാബു, സബ് കളക്ടർ അഖിൽ വി മേനോൻ, ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മാത്യു നൈനാൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. കേരള വിഷൻ ന്യൂസ്, തൃശൂർ. കണ്ണൂർ ആമ്പലാട് ഗവൺമെന്റ് ITI റോഡിലെ യാത്ര ദുഷ്കരമെന്ന് പരാതി. ITI വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേർ ആശ്രയിക്കുന്ന റോഡാണിത്. ഇരുക്കാട് ഇല്ലം ഭാഗത്താണ് റോഡ് പൂർണ്ണമായും തകർന്നത്. ഗവൺമെന്റ് ITIയിലേക്കും കുറുമ്പക്കൽ ഭാഗത്തേക്കുമുള്ള യാത്രക്കാർക്കും ഏക ആശ്രയമായ റോഡാണിത്. നിലവിൽ റോഡിന്റെ അധിക ഭാഗവും പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ്. നിരവധി തവണ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും നടപടിയൊന്നും സ്വീകരിച്ചിട്ടില്ലെന്നാണ് ഉയരുന്ന ആരോപണം. ഇത്തരം അനാസ്ഥയ്ക്കെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. ആവശ്യഘട്ടത്തിൽ പോലും ഓട്ടോറിക്ഷകൾ പോലും കടന്നുവരാൻ മടിക്കുകയാണെന്നും എത്രയും വേഗം റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കേരള വിഷൻ ന്യൂസ്, കണ്ണൂർ. തൃശൂർ കൊടുങ്ങല്ലൂരിൽ ആനകൾ തമ്മിൽ കുത്തുകൂടി. കൊടുങ്ങല്ലൂരിൽ ഉത്സവത്തിന് കൊണ്ടുവന്ന ഉട്ടോളി മഹാദേവൻ എന്ന കൊമ്പനാണ് കൂടെയുണ്ടായിരുന്ന മുത്തകുന്നം പത്മനാഭനെ കുത്തിയത്. ആക്രമണത്തിൽ പത്മനാഭന് നേരിയ പരിക്കേറ്റു. ഇടഞ്ഞ ഉട്ടോളി മഹാദേവനെ പിന്നീട് തളച്ചു. തിരുവഞ്ചിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തിന് എത്തിച്ചതായിരുന്നു ആനകളെ. മൈ ചോയ്സ്, 4 ആൾ അറിയുന്ന പുട്ട്. ഇനി സ്പൈസസും. മൈ ചോയ്സ്, ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. ഷോപ്പിക വെഡിങ്സ്, MG റോഡ്, കാസർഗോഡ്. ഷോപ്പിക വെഡിങ്സ്,